ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഈ ഫംഗ്ഷൻ കഴിഞ്ഞ് അവൾ ഇവിടുന്ന് മടങ്ങുമ്പോ സിത്താര അവളെ ഇവിടുന്ന് വാരിയെടുത്തുകൊണ്ട് ഇവിടുന്ന് മടങ്ങാവും, അവളുടെ ശവവും കൊണ്ട്. എന്തു വേണമെന്ന് ഞാൻ പറഞ്ഞുതരാം. തങ്കേച്ചി, ഇവിടെ സൗകര്യങ്ങളൊക്കെ പൊതുവെ കുറവാണ്. ഞാൻ പിന്നെ കൊട്ടാരത്തിൽ ജനിച്ചു വളർന്ന ആളാണല്ലോ. ഈ ചെറിയ സൗകര്യങ്ങളൊന്നും പറ്റാതിരിക്കാൻ. പിന്നെ ആന്റി സ്ഥിരമായിട്ട് ഇവിടെ നിക്കാൻ പോകുന്നത്. അല്ല മോളെ, ആന്റി ഒരു ചികിത്സയ്ക്ക് വേണ്ടി വന്നതല്ലേ. അത് കഴിയുമ്പോ ആന്റി നാട്ടിലേക്ക് പോവും. ആന്റിക്ക് ആ നാട്ടിൽ നിന്ന് മാറി നിൽക്കാനൊന്നും പറ്റില്ല. അതിന് ആ നാട്ടിൽ എന്താ ഉള്ളത്? എവിടെ നോക്കിയാലും വെള്ളം. അത് മാത്രല്ലാണ്ട് വേറെ എന്തെങ്കിലും ഉണ്ടോ? വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് പക്ഷെ കുഞ്ഞുങ്ങൾക്ക് നോക്കിക്കാണാൻ പറ്റില്ല. ഇവളെ ആള് കൊള്ളാലോ, ഒരു കിളിക്കാൻ പെട്ടിയാണല്ലോ. കൃഷ്ണയും കുട്ടിക്കാലത്ത് ഇങ്ങനെയായിരുന്നു, സംസാരം നിർത്തില്ല, ഓരോന്നിങ്ങനെ ചോദിച്ചോണ്ടേയിരിക്കും. ഇവളുടെ ചോദ്യത്തിന് ഉത്തരം പറയാൻ നിന്നാലേ ഉറങ്ങാൻ പോലും തങ്കത്തിന് സമയം കിട്ടില്ല. സൂക്ഷിക്കണം. അച്ഛൻ വെറുതെ പറയാം. ആന്റി വാ, ഞാൻ ഈ വീടൊക്കെ കാണിച്ചു തരാം. വാ. ഇവിടെ എത്തിയപ്പോ തങ്കത്തിന് കുഴപ്പമൊന്നുമില്ലെന്നാ തോന്നുന്നത്. കുഴപ്പമൊന്നുമില്ലാന്ന് കരുതി ഗോപാലേട്ടൻ പഴയ ചോദ്യങ്ങളൊന്നും ചോദിക്കാൻ നിൽക്കണ്ട. അത്യാവശ്യം വാശിയുള്ള കൂട്ടത്തിലാ. ഇറങ്ങിപ്പോവാൻ അത് മതി. അയ്യോ ഞാനില്ലേ. സുനന്ദേച്ചി, അമ്മയുടെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിക്കോണേ. ചിലപ്പോ ഇടയ്ക്ക് ഒരു തലചുറ്റലൊക്കെ ഉണ്ടാവും. ശ്വാസം മുട്ടൽ വരികയാണെങ്കിൽ അമ്മയുടെ ഗുളികയുടെ കൂട്ടത്തില് ഒരു പിങ്ക് കളറുള്ള ഗുളിക ഉണ്ടാവും. അത് എടുത്തൊന്ന് കൊടുക്കണം. കുറച്ചു കഴിയുമ്പോ മാറിക്കോളും. പിന്നെ എന്റെ മോളെ, നീ പോയിട്ട് വാ. തങ്കേച്ചിക്ക് എന്താ വേണ്ടേന്ന് വെച്ചാ ചോദിച്ചറിഞ്ഞ് ഈ സുനന്ദേച്ചി ചെയ്തോളാം. ഞാൻ എന്തോരം ചിത്രങ്ങൾ വരച്ചിട്ടുണ്ടെന്ന് അറിയാമോ? എല്ലാം കൂട്ടിക്കൂട്ടി വെച്ചിരിക്കുക. കൃഷ്ണേച്ചി പോയിട്ടേ അതൊക്കെ ഞാൻ കാണിച്ചു തരാട്ടോ. അതെന്താടി, എന്നെ ഒന്നും കാണിക്കാൻ പറ്റില്ല. അതൊക്കെ ചേച്ചി കണ്ടിട്ടുള്ളതാ. അമ്മക്ക് ഇവളെങ്ങ് പിടിച്ചു അല്ലേ? ഇവള് മിടിക്കുക. അയ്യോ അമ്മേ, ഇനി ഞാൻ വൈകുന്നില്ല. ഞാനേ റെഡി ആവട്ടെ. നിർമ്മലേ, മനസ്സിൽ നിനക്ക് ഒരു ഉപായവും തോന്നുന്നില്ലെങ്കിൽ ഈ ഫംഗ്ഷൻ നീ അങ്ങ് വിട്ടേക്ക്. അവരെ അമ്മയും മോളും വന്നിട്ട് തിരിച്ചു പോട്ടെന്ന്. അല്ലാതെ നീ ഇങ്ങനെ ഈ ടെൻഷൻ അടിക്കുന്നത് കാണുമ്പോ ഞാനും മോളും ടെൻഷൻ അടിച്ച് ചത്തുപോത്തേ ഉള്ളൂ. നമുക്ക് വേണമെങ്കിൽ എവിടേക്കെങ്കിലും പോവാ അമ്മേ. അവളെ അവളുടെ അമ്മയെ കാണാതിരിക്കാലോ. നമ്മൾ പോകുന്നു പറഞ്ഞാലും ഈ വീട്ടിലാരും എതിർക്കാനൊന്നും സാധ്യതയില്ല. കുറച്ചു കഴിയുമ്പോ സിത്താര എത്തും, മകളെ ചേർത്ത് പിടിച്ച് അഹങ്കാരത്തോടെ. പക്ഷേ ഈ ഫംഗ്ഷൻ കഴിഞ്ഞ് അവൾ ഇവിടുന്ന് മടങ്ങുമ്പോ സിത്താര അവളെ ഇവിടുന്ന് വാരിയെടുത്തുകൊണ്ട് ഇവിടുന്ന് മടങ്ങാവും, അവളുടെ ശവവും കൊണ്ട്. എന്തു വേണമെന്ന് ഞാൻ പറഞ്ഞുതരാം. ആർക്കും സംശയമില്ലാതെ ഇങ്ങനെ ഒരു കാര്യം നടന്ന അമ്മ പറഞ്ഞത് ഫലിക്കും. ചിന്തിക്കാൻ മാത്രമല്ല, ഭംഗിയായി ചെയ്യാനും എനിക്കറിയാം.
നിങ്ങൾ ഞാൻ പറയും പോലെ അനുസരിച്ചാ മതി. പക്ഷെ നിർമ്മലെ, ഇത്രയും കടുപ്പം വേണോ? ഒരു ജീവൻ വെച്ച് കളിക്കാന്നൊക്കെ പറഞ്ഞാ സ്വന്തം മോളെ ജീവൻ ഒടുക്കാൻ വേണ്ടി പല തവണ ശ്രമിച്ചു. അപ്പോ അച്ഛനായ നിങ്ങൾ എന്താ ചെയ്തേ? വിധിയെ ആകാശത്തോട്ട് നോക്കി ഇരുന്നോളാൻ പറഞ്ഞു അല്ലേ? പക്ഷേ നമ്മുടെ ശത്രുവായ ഒരുത്തി ചാവുന്ന കാര്യം പറഞ്ഞപ്പോ ജീവൻ വെച്ച് കളിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമല്ല. എന്റെ പൊന്നു മനുഷ്യ, ഇപ്പോഴെങ്കിലും കുറച്ച് ആണത്തം കാണിച്ചോട് നിങ്ങൾക്ക്. ഞാൻ പറയാനുള്ളത് പറഞ്ഞു നിർമ്മലെ. പക്ഷെ എനിക്കിതെന്തോ അച്ഛനൊന്ന് നിർത്തിക്കേ. എന്റെ ആഗ്രഹങ്ങൾ നടത്തി തരാൻ അമ്മ ശ്രമിക്കുന്നെങ്കിലും ഉണ്ട്. അച്ഛന്റെ ഭാഗത്തുനിന്ന് അതുപോലും ഇല്ലല്ലോ. അച്ഛന് പേടിയാണെങ്കിൽ വേറെ എവിടെങ്കിലും പോയി ഒളിച്ചോ. ഞാൻ അമ്മയുടെ കൂടെ നിന്നോളാം. അത് മതിയുടെ മോളെ. അന്ന് ആ മണ്ഡപത്തില് എന്നോടും നിന്നോടും ചെയ്തതിനുള്ള ശിക്ഷ സിത്താര ഇന്ന് അനുഭവിക്കും. അവളുടെ മോളുടെ ആയുസ് ഒടുങ്ങാൻ വേണ്ടിയാ അവള് വരുന്നേ. അവൾ ഇപ്പൊ വരാന്ന് പറഞ്ഞതല്ലേ? അതെ, പുറപ്പെട്ടെന്ന് എന്നോട് പറഞ്ഞതാ. ഇവളെയൊക്കെ കാത്തിരിക്കേണ്ടി വരാന്ന് പറഞ്ഞ എന്ത് ബോറാണെന്നറിയോ? കൃഷ്ണ എത്തിയ പെട്ടെന്ന് ഞാൻ റെഡിയാക്കാം മാം. ദേ, കൃഷ്ണ എത്തിയല്ലോ. എന്താ വൈകി? ഞാൻ വൈകിയില്ലല്ലോ. അവിടുന്ന് ഇവിടം വരെ എനിക്ക് വരണ്ടേ? പെട്ടെന്ന് റെഡിയാവാൻ നോക്ക്. പിന്നെ പോകുന്നത് നവീന്റെ വീട്ടിലേക്കാ. അവിടെ പലതരം പരീക്ഷണങ്ങളും ഉണ്ടാവും. ഒരു പിഴവ് പോലും വന്നു പോരുത്. അല്ല, ഈ പരീക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? വേഷം മാറി ചെല്ലുന്നതാണെന്ന് അവർക്കറിയില്ലല്ലോ. പിന്നെന്തിനാ പരീക്ഷിക്കുന്നേ? വേഷം മാറി ചെല്ലുന്നതിന്റെ കാര്യാ പറഞ്ഞത്. അവരിവിടെ വന്നപ്പോ നീ കാണിച്ചു കൂട്ടി കോമാളിത്തരങ്ങളൊന്നും അവിടെ ചെന്ന് ആവർത്തിക്കരുതെന്ന്. മനസ്സിലായോ? ഓ, എത്തിയോ? സി, നവീന്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോ എന്തൊക്കെയാ നീ തീരുമാനിച്ചിട്ടുള്ളത്? എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് തീരുമാനമൊന്നുമില്ല. എനിക്ക് പോണൊന്നുമില്ല. അവിടെ ചെന്നാലേ മമ്മിയുടെ അടുത്ത് തന്നെ നിന്നോണം. നവീനോട് തനിച്ച് സംസാരിക്കാൻ നീ പോവരുത്. കൃഷ്ണ